ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം? യാതൊരു സംശയം ഇല്ല, അത് ശ്രീരാമനെ പോലെയായിരിക്കണം. സ്വന്തം കുടുംബത്തിനകത്തുണ്ടായ പ്രശ്നം പോലും തിരുത്തി, അച്ഛനെയും അമ്മയും തിരുത്തി ശരിയായിട്ട് രാജ്യത്തെ നാടിനെ കൊണ്ടുപോകാൻ കഴിയാതെ വന്ന ആളാണോ ഉത്തമ പുരുഷൻ? ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടവളല്ല, അവൾ കർമ്മമണ്ഡലത്തിൽ ഉണ്ടാവേണ്ടവളാണെന്ന് ശ്രീരാമൻ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുക ചെയ്തത്. രാവണൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീ, അവൾ പിഴച്ചു പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ശ്രീരാമൻ വേണമെങ്കിൽ ഭാര്യയാക്കി വെക്കും. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഒരു സ്ത്രീ നമ്മളോട് IW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? എനിക്ക് താല്പര്യമില്ല, പോയിക്കോളൂ എന്ന് പറയും. ആരോടെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ പകുതി ശക്തി ആർക്ക് കിട്ടും? ബാലിക്ക് കിട്ടും. അത്രക്കും നീചനായൊരു വ്യക്തിയായിരുന്നു ബാലി. ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം? യാതൊരു സംശയം ഇല്ല, അത് ശ്രീരാമനെ പോലെയായിരിക്കണം. എങ്ങനെ ശ്രീരാമനെ പോലെ? ശ്രീരാമൻ എന്തൊക്കെയാണ് ചെയ്തതിനകത്ത് അധർമ്മങ്ങൾ ഒരുപാടുണ്ട്. സ്വന്തം പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ കൊണ്ട് ഉപേക്ഷിച്ചത് മുതൽ മറ്റേ ഒരു ഒന്ന് ഈ പറയുന്ന സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു, ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. മറ്റൊന്ന് ബാലി നിഗ്രഹണം, ബാലിയെ മറഞ്ഞു നിന്ന് ഒളിച്ചു നിന്ന് അമ്പ ചെയ്ത് കൊലപ്പെടുത്തുന്നു, അതും ചതിയിലൂടെ കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഗൃഹസ്ഥനായ ലക്ഷ്മണനെ ഭാര്യയോടൊപ്പം രാജ്യത്ത് കഴിയുന്നതിന് നിർബന്ധിക്കാതെ സ്വന്തം കൂടെ കൂട്ടി ഈ പറയുന്ന വനവാസകാലത്ത് കാവൽക്കാരനായി ഒപ്പം കൊണ്ടു നടക്കുന്നു. എന്നിട്ട് സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് പോലുമല്ല, ലങ്കയെ ആക്രമിക്കുന്നത് വാനര സൈന്യത്തെ ഉപയോഗിച്ചാണ്. അയോധ്യയിലെ സൈന്യം സുരക്ഷിതമാണ്, അയോധ്യ സുരക്ഷിതമാണ്. വാനര സൈന്യത്തെ കൊണ്ട് രാവണനുമായിട്ട് ഏറ്റുമുട്ടി അവിടെ പിടിച്ചടക്കുന്നു. അതിനു മുൻപ് ശൂർപ്പണഖയെ ആക്രമിക്കുന്നു. ശൂർപ്പണഖയെ ഇത്രയധികം ചിത്രവധം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നിൽ തൊടുത്തി രാമായണം മുഴുവൻ രാമൻ്റെ കുറ്റങ്ങളല്ലാതെ മറ്റെന്താണുള്ളത്? സ്വന്തം കുടുംബത്തിനകത്തുണ്ടായ പ്രശ്നം പോലും തിരുത്തി, അച്ഛനെയും അമ്മയും തിരുത്തി ശരിയായിട്ട് രാജ്യത്തെ നാടിനെ കൊണ്ടുപോകാൻ കഴിയാതെ വന്ന ആളാണോ ഉത്തമ പുരുഷൻ? ഇവിടെ ആദ്യം അങ്ങ് സൂചിപ്പിച്ചത് ശ്രീരാമചന്ദ്രൻ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യം, ഈ ഒരു വിഷയം പറയുന്നത് രാമായണം വായിക്കാത്ത ആൾക്കാരാണ്. ഇനി രാമായണം വായിച്ചിട്ട് എല്ലാവരും ധാരണ വെച്ചാൽ രാമായണങ്ങൾ ഇന്ന് ഏകദേശം 400ഓളം ഭാഷകളിൽ രാമായണമുണ്ട്. വ്യത്യസ്തമായ രാമായണമുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഇപ്പം വയനാടൻ രാമായണമുണ്ട്, തുളസീദാസ രാമായണമുണ്ട്, തുറവയ രാമായണമുണ്ട്, കൃത്തിവാസ രാമായണമുണ്ട്, കമ്പ രാമായണമുണ്ട്, അതുപോലെ തന്നെ വാൽമീകി രാമായണം, കണ്ണശ രാമായണം എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ നിരവധി രാമായണം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 3-4 രാമായണമുണ്ട്, രാമകഥാ പാട്ടുണ്ട്. പിന്നെ അധ്യാത്മ രാമായണമുണ്ട്, അധ്യാത്മ രാമായണം കിളിപ്പാട്ടുമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വ്യത്യസ്തമായ കഥയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ജപ്പാനിൽ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ജപ്പാനിൽ മാത്രമൊന്നല്ല, കംബോഡിയയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ ഇതിനെല്ലാം ആധാരമായിട്ടൊരു രാമായണമുണ്ട്, വാൽമീകി രാമായണം. വാൽമീകിയുടെ രാമായണത്തിൽ നിന്നാണ് അതിൽ കഥ ഉൾക്കൊണ്ടിട്ട് മറ്റെല്ലാ രാമായണങ്ങളും വന്നിട്ടുള്ളത്. ഇനി വാൽമീകി തന്നെ എഴുതിയ നിരവധി രാമായണമുണ്ട്. അത്ഭുത രാമായണം വാൽമീകി എഴുതിയതാണ്, ആനന്ദ രാമായണം വാൽമീകി എഴുതിയതാണ്, അങ്ങനെ നിരവധി രാമായണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് വാൽമീകിയുടെ രാമായണത്തിൽ പറയുന്നുണ്ട് ശ്രീരാമൻ എന്താണ് ചെയ്തത് എന്നുള്ളത്. ശ്രീരാമൻ ഒരു ഉത്തമ ഭർത്താവായിരുന്നു. രാമായണം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ സുരക്ഷയാണ് എപ്പോഴും പ്രാധാന്യം. പൂർണ്ണ ഗർഭിണിയായി കിടക്കുന്നു സീതാദേവിയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടത്, ഒരു ഗർഭിണിയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഉത്തമനായ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ സമയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമനും സീതാദേവിയും ഒന്നിച്ച് കഴിയുന്ന പള്ളിയറയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ രാമായണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യയായ സീതയോട് ചോദിക്കാൻ, നീ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്, അപ്പോൾ നിനക്ക് എന്താണ് ആഗ്രഹം? ഗർഭിണിയായ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ സീതാദേവി പറയുന്നത് വെച്ചാൽ, പണ്ട് നമ്മൾ കാനനവാസം നടത്തിയില്ലേ, അപ്പോൾ ആ കാനനവാസത്തിനിടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചൊരു സ്ഥലമുണ്ട്, നമ്മുടെ വാൽമീകി ആശ്രമം. അപ്പോൾ ആ വാൽമീകി ആശ്രമത്തിൽ കുറച്ച് കാലം താമസിക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ എനിക്കെൻ്റെ കുട്ടിക്ക് ജന്മം നൽകാൻ ശാന്തമായ അന്തരീക്ഷമുള്ള, സമാധാനം കിട്ടുന്ന
ആ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സീതാദേവിയുടെ ആഗ്രഹം. ഉത്തമനായ ഭർത്താവ് ചെയ്തു കൊടുക്കണോ വേണ്ടയോ? വേണം. അതിനുശേഷം കൗസല്യാദേവി ശ്രീരാമനോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. രാമായണം വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും. കാരണം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ, ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി അവിടെയാണ് പ്രസവം നടത്തേണ്ടത്. രാമ, സമയം അതിക്രമിച്ചിരിക്കുന്നു, ഇനി എത്രയും പെട്ടെന്നത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് രാമൻ ഉത്തമനായ മകനാണ്. അപ്പം മകൻ അമ്മയുടെ വാക്കനുസരിക്കണം. ഉത്തമനായിട്ടുള്ള ഭർത്താവാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് ദോഷം വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. ഭാര്യയ്ക്ക് ആഗ്രഹം വനത്തിൽ വെച്ച് പ്രസവിക്കുന്നതാണ്. അപ്പോൾ അവിടെ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. അമ്മ പറഞ്ഞതെന്താ? വിവാഹം ഗർഭിണിയായ സ്ത്രീയെ ഭർത്താവിൻ്റെ വീട്ടിലല്ല, അവൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള, അവളുടെ മനസ്സിന് സന്തോഷമുള്ള സ്ഥലം എവിടെയാണ്? ഭാര്യ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഗർഭിണിയായ സ്ത്രീയെ ഭാര്യ വീട്ടിൽ കൊണ്ടാക്കുന്നത് വെച്ചാൽ അവിടെ സ്വന്തം അമ്മയാണുള്ളത്, സ്വന്തം അച്ഛനാണുള്ളത്. നമ്മൾ എന്ത് വിഷയം പറഞ്ഞാലും എന്ത് ആവശ്യപ്പെട്ടാലും അച്ഛനും അമ്മയും നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമുക്കൊരു വിഷമം തോന്നില്ല. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വിഷമമാണ്. ചിലപ്പോൾ അവർ കേസ് വരെ കൊടുക്കും. അപ്പോൾ ഇവിടെ ആ അച്ഛനും അമ്മയും ഉള്ളിടത്ത് കൊണ്ടാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴെന്തായി സ്ഥിതി? ആ അവസരത്തിൽ ഇദ്ദേഹം ഒരു രാജാവ് കൂടിയാണ്. രാജാവ് പ്രജകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ പിറ്റേ ദിവസത്തെ സമയത്താണ് രാജഭടന്മാർ അവിടുത്തെ ഒരു അലക്കുകാരൻ്റെ സംഭാഷണം ശ്രീരാമൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവർ പറഞ്ഞിരുന്നത്, ഈ രാവണൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീ, അവൾ പിഴച്ചു പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ശ്രീരാമൻ വേണമെങ്കിൽ ഭാര്യയാക്കി വെക്കും. പക്ഷെ ഞാൻ അങ്ങനെ ആക്കി വെക്കില്ല. കാരണം വെച്ചാൽ ഈ അലക്കുകാരൻ്റെ ഭാര്യ വേറൊരുത്ത ഒരാളപ്പുറം പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഈ പുരുഷൻ പറയാണ്, ശ്രീരാമൻ അത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ശ്രീരാമൻ ഒരു വേശ്യാ സ്ത്രീയെ സ്വീകരിച്ചെന്ന വിധത്തിലാണ് പറഞ്ഞത്, അവിടെ രാവണൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചതുകൊണ്ട്. അപ്പോൾ ആ പേര് ദോഷം, സീതാദേവി മോശക്കാരിയാണ് എന്നുള്ള പേര് ദോഷം ഇതിപ്പോൾ ആരറിഞ്ഞു? ഈ പറയുന്ന ഭടന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാര്യമാരോട് പറയും. ആ ഭാര്യമാർ അടുത്ത വീടുകളിൽ പറയും. അങ്ങനെ അപ്പുറവും ഇപ്പുറവും പറഞ്ഞ് അവസാനം കൊട്ടാരത്തിലെത്തും. അത് അന്തഃപുരത്തിലെത്തും, സീതാദേവിയുടെ ചെവിയിലെത്തും. അപ്പോൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഒരു കുട്ടിക്ക് ജന്മം നൽകുവാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതവിടെ സാധ്യമാകില്ല. താൻ പിഴച്ചവളാണെന്ന് സമൂഹം പറയുന്നു എന്നുള്ള മാനസികമായ പ്രയാസവും സങ്കടവും കാരണം ആ സ്ത്രീ, അയാൾ സീതാദേവി, ഒരു കുട്ടിക്ക് ജന്മം നൽകേണ്ടി വരും, തനിക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട്. അപ്പം അവിടെ ഈ പറയുന്ന അലക്കുകാരൻ തൻ്റെ ഭാര്യയോട് പോകാൻ വേണ്ടി പറയുന്നു. കാരണം ഞാൻ ചെയ്യുന്നതാണ് ശരി, ശ്രീരാമൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. ആ അവസരത്തിൽ സീതാദേവി സങ്കടപ്പെടാൻ പാടില്ല, അവിടെ അച്ഛനും അമ്മയും ഉണ്ടാവണം. ഈ ഒരു അവസരത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഈ സീതാദേവിയുടെ അച്ഛനെയും അമ്മയെയും വിവരമറിയിക്കുകയും അവർ വാൽമീകി ആശ്രമത്തിൽ എത്തിച്ചേരുകയും ഈ സീതാദേവിയെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടാക്കുകയും ചെയ്തതായിട്ട് വാൽമീകിയുടെ തന്നെ ആനന്ദരാമായണത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ശ്രീരാമൻ പല അവസരങ്ങളിലും സീതാദേവിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അടുത്തിരുന്ന് വേണ്ടുന്നത് ചെയ്തതായിട്ടും ആനന്ദരാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണം 15,500 ചില്ലാനും വരികളേ ഉള്ളൂ. വാൽമീകി രാമായണം 24,000 ശ്ലോകമാണ്. ആ ശ്ലോകത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു പതിപ്പായത്. ഇതിന് കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ കഴിയില്ല. ഇത് ചെറുകഥയും അത് നോവലുമാണ്. അപ്പോൾ വാൽമീകി നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ഈ ഒരു ഭാഗം പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്ന്. അതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കാൻ വാൽമീകിയുടെ രാമായണത്തിലൂടെ നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അത് മനസ്സിലാക്കാം ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ് എന്ന്. ആർക്കും ദോഷമില്ലാത്തത്, പ്രജകൾക്ക് ദോഷമില്ല, അതുപോലെ തന്നെ അമ്മയ്ക്ക് ദോഷമില്ല, ഭാര്യയ്ക്ക് ദോഷമില്ല. അവിടെ പിന്നെയും വിഷമിച്ചത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ മാത്രമാണ്. ഈ എല്ലാ കാര്യങ്ങളും പെട്ട് ശ്രീരാമൻ ഇങ്ങനെ കുറ്റങ്ങളും കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് എല്ലാത്തിനും തരണം ചെയ്തുകൊണ്ട് നല്ലൊരു ഭരണാധികാരിയായി അയാൾ മാറി, നല്ലൊരു ഭർത്താവായി മാറി, നല്ലൊരു മകനായി മാറി. ഇനി അങ്ങ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണെന്ന് വെച്ചാൽ ബാലിവധാണ്. ഈ ബാലിവധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 സഹോദരന്മാർ തമ്മിലുള്ള സംഘർഷത്തിൽ ഇദ്ദേഹം ചതിയിലൂടെ കൊന്നുവെന്നാണ് പറയുന്നത്. ഭാര്യയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആരോടെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ പകുതി ശക്തി ആർക്ക് കിട്ടും? ബാലിക്ക് കിട്ടും. അപ്പോൾ ഒരു അതിശക്തിയായിട്ടുള്ള ശക്തമാനായിട്ടുള്ള നിങ്ങളിപ്പോൾ ഒരു കുരങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പിടിക്കുക? നിങ്ങൾ നേരിട്ട് പോയിട്ട് കൈ കൊണ്ട് കയറി പിടിക്കോ അല്ലെങ്കിൽ ഒരു കെണി വെച്ച് പിടിക്കുമോ?
കെണി വെച്ച് പിടിക്കും. കെണി വെച്ച് പിടിക്കും. ഒരു ആനയെ എങ്ങനെ പിടിക്കും? ഒരു വലിയൊരു ചതിയിലൂടെ കുഴി കുത്തിയിട്ട് അതിന് വീഴ്ത്തും. ബാലി മനുഷ്യനാണോ? കുരങ്ങനല്ലേ? തന്നെക്കാൾ ശക്തിയുള്ളതിനെ എങ്ങനെ ചെയ്യുമെന്ന് ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു. ഒന്നിക്കൽ കെണി വെച്ചിട്ട് പിടിക്കണം, അതല്ലെങ്കിൽ ചതിച്ചിട്ട് ഇതാക്കണം. അല്ലാണ്ട് ആനൻ്റെ അടുത്ത് നേരെ പോയിട്ട് വല്ല മസിലും കാണിച്ചിട്ട് ഇങ്ങനെ നേരിട്ട് പോയിട്ട് അതിൻ്റെ തുമ്പിക്കൈയിൽ പിടിച്ച് നെത്തടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ പോയതേ ഓർമ്മയുണ്ട്. പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടാവില്ല, അവിടെ സ്റ്റിക്കറായിട്ടുണ്ടാവും. അതല്ലേ ശ്രീരാമനും ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാലിക്ക് എന്താണ് പ്രത്യേകത? ബാലി ചെയ്ത ക്രൂരത എന്തൊക്കെയായിരുന്നു? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ബാലി ആരാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത ക്രൂരത നോക്കണം. അദ്ദേഹം ഈ പറയുന്ന ഋക്ഷരജസ് എന്ന് പറയുന്നവരുടെ വളർത്തു മക്കളാണ്. കാരണം അച്ഛനും അമ്മയും ഇല്ല. ആരാ? അച്ഛൻ സൂര്യനാണ്, അല്ല ഇന്ദ്രനാണ്, സുഗ്രീവൻ്റെ ഇതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അവർ ഈ വനത്തിൽ കഴിയാണ്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് വളർത്തമ്മയായിട്ടുള്ള അമ്മയും ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോയി. അവിടുന്ന് ഋക്ഷരജസാന്ന് ഇവരെ വളർത്തി വലുതാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ചേർത്ത് പിടിച്ചത്. ആ സ്വന്തം വളർത്തച്ഛനെ തടവറയിലാക്കിക്കൊണ്ടാണ് ബാലി അധികാരം ഏറ്റെടുക്കുന്നത്. നല്ലൊരു വ്യക്തിയുടെ സ്വഭാവമാണോ? യഥാവിധി അദ്ദേഹത്തിന് താര എന്ന് പറയുന്ന ഒരു വാനര സ്ത്രീ ആയിട്ടുള്ള ഭാര്യയുണ്ട്. അപ്പോൾ സ്വന്തം അനുജൻ്റെ ഭാര്യയെ ഫലമായിട്ട് ഭാര്യയാക്കി വെക്കുന്നത് ശരിയാണോ? അത് മകൾക്ക് തുല്യമായിട്ടുള്ള ഭാര്യയല്ലേ? അപ്പോൾ നമുക്കൊരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ ബാലി മരിച്ചപ്പോൾ ബാലിയുടെ ഭാര്യയായ താരയെ സുഗ്രീവൻ ഭാര്യയാക്കി വെച്ചില്ലേ എന്ന്. അതും ശ്രീരാമൻ പറഞ്ഞിട്ട് തന്നെയാണ്. എന്താ കാര്യം? ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എപ്പോഴും സങ്കടാവസ്ഥയിലിരിക്കും. അപ്പോൾ അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന സ്മൃതികളല്ല ശ്രീരാമൻ്റെ സ്മൃതി. ശ്രീരാമൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഭരണഘടന എന്ന് പറഞ്ഞാൽ വസിഷ്ഠ സ്മൃതിയായിരുന്നു, മനുസ്മൃതിയല്ല. വസിഷ്ഠ സ്മൃതിയിലൂടെയാണ് ശ്രീരാമൻ്റെ ഭരണം. അപ്പോൾ അതുപ്രകാരം വിധവയായ സ്ത്രീക്ക് വിവാഹം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചത് ശ്രീരാമനാണ്. അത് കാണിച്ചു കൊടുക്കുക. കാരണം വെച്ചാൽ എല്ലാ കാലത്തും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടവളല്ല, അവൾ കർമ്മമണ്ഡലത്തിൽ ഉണ്ടാവേണ്ടവളാണെന്ന് ശ്രീരാമൻ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ആ ബാലി സ്വന്തം അനുജൻ്റെ ഭാര്യയെ ബലമാക്കി വെച്ചു. പിന്നെയോ ദേവസ്ത്രീകളെ വെപ്പാട്ടികളാക്കി വെച്ചു. കാരണം പിടിച്ച് തടവറയിലിട്ടിട്ട് ഇഷ്ടം പോലെ കാമിക്കുവാനുള്ള ഇത്. അസുര സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകൾ, കിന്നര സ്ത്രീകൾ, മനുഷ്യ സ്ത്രീകൾ, ഇവരൊക്കെ തൻ്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ തടവറയിലിട്ടിട്ടുണ്ടായിരുന്നു. അത്രക്കും നീചനായൊരു വ്യക്തിയായിരുന്നു ബാലി. അപ്പം ദുഷ്ടന്മാരെ ഇല്ലാതാക്കി, തിന്മകളെ ഇല്ലാതാക്കി, നന്മ നടത്താൻ വേണ്ടി അവതാരമെടുത്ത ശ്രീരാമചന്ദ്രൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആനയെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്നും ആനയെ പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒരു കിളിയുണ്ട്. കിളിയെ ഞാൻ നിന്നെ അമ്പ് ചെയ്ത് കൊല്ലാൻ പോകണം, നീ തയ്യാറായിരുന്നു എന്ന് പറയുമോ? അതല്ലെങ്കിൽ കിളി അറിയാതെ അതിനെ അമ്പ് ചെയ്തിട്ട് പിടിക്കുമോ? ഒരു വേട്ടക്കാരൻ അതല്ലേ ചെയ്യുക? അതല്ലേ ചെയ്തിട്ടുള്ളൂ ഇവിടെ. ശ്രീരാമചന്ദ്രൻ തൻ്റെ ശത്രു ആരാണോ ആ ശത്രുവിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെയും അങ്ങ് പറഞ്ഞു ശൂർപ്പണഖയുടെ കാര്യം. ശൂർപ്പണഖയുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ശൂർപ്പണഖ എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് ശ്രീരാമൻ്റെ അടുത്തും ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തുന്നു. ശ്രീരാമൻ നേരെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു, അവിടെ പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഒരു സ്ത്രീ നമ്മളോട് IW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? എനിക്ക് താല്പര്യമില്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ശ്രീരാമൻ ചെയ്തത് ശരിയാണോ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ പറയുന്ന ശൂർപ്പണഖ അവിടെ വരാൻ കാരണമുണ്ട്. ശൂർപ്പണഖയുടെ ഒരു പുത്രനുണ്ട്, ശംഭുകുമാരൻ എന്ന് പറയുന്നത്. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ കമ്പരാമായണത്തിലേക്ക് നമ്മൾ പോകണം. ഈ ശൂർപ്പണഖയുടെ പുത്രനായിട്ടുള്ള ശംഭുകുമാരൻ ഒരവസരത്തിൽ പഞ്ചവടിയിലെ ഈ സീതയുടെ ആശ്രമത്തിന് മുമ്പിലൂടെ പോകുമ്പോൾ സീതയുടെ സൗന്ദര്യം കണ്ടു. അവളെ എങ്ങനെയെങ്കിലും കാമിക്കണമെന്ന ചിന്തയോടുകൂടി ആശ്രമത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കരിന്താളി വൃക്ഷമായിട്ട് അയാൾ അവിടെ വന്നു ശംഭുകുമാരൻ. ഇന്നലെയോ മിനിഞ്ഞാന്നൊന്നും കാണാത്തൊരു സാധനം പെട്ടെന്ന് അവിടെ വന്നപ്പോൾ ശ്രീരാമചന്ദ്രന് മനസ്സിലായി, ഇതാരാ? ഇത് ശംഭുകുമാരൻ എന്ന അസുരനാണ്, രാക്ഷസനാണ്, ഇത് സീതാദേവിയെ മോഹിച്ച് വന്നതാണെന്ന്. ഇത് മനസ്സിലാക്കിയ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയാണ്, ആ കരിന്താളി വൃക്ഷം വീട്ടിൻ്റെ മുറ്റത്ത് എപ്പോഴും ദോഷമാണ്, അത് വെട്ടിമാറ്റാൻ പറഞ്ഞു. അത് വെട്ടിമാറ്റി അയാളങ്ങോട്ട് മരിച്ചു. തൻ്റെ മകനെ കൊന്ന ആ വ്യക്തികളെ
നിഷ്കരണം കൊന്നുകളയണം, അതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആര് വരുന്നത്? ഈ ശൂർപ്പണഖ വരുന്നത്. അപ്പോൾ അവൾ വരുന്നത് സുന്ദരിയായിട്ടാണ് വരുന്നത്. അവൾ വേഷം മാറി ചതിയോടുകൂടിയാണ് വരുന്നത്. അവളുടെ നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അവളുടെ ശരിയായ രൂപത്തിൽ വരായിരുന്നു. അപ്പോൾ അവൾ വന്നത്, അവൾ ആ രാക്ഷസീയ ഭാവം മാറ്റിയിട്ട് സൗന്ദര്യത്തിടമ്പ് പോലെ സീതയെക്കാളും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അവളുടെ ഉള്ളിലുള്ള വികാരം എന്താണ്, അവൾ ആരാണെന്ന് പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് ശ്രീരാമനും ലക്ഷ്മണനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. ആ അവസരത്തിൽ അവളുടെ ഉള്ളിൽ നിന്ന് അറിയാതെ അവളുടെ ഭാവം പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന സമയത്താണ് അവൾക്ക് ചെറിയൊരു ശിക്ഷ കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ശ്രീരാമൻ്റെ ആ മഹത്വം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.